All of you take a new page. Life is balancing 3 activities. Life is all about balancing 3 activities. അതെന്തൊക്കെയാണെന്നറിയോ? റോൾ, ഗോൾ, വാല്യൂസ്. ഈ 3 പേര് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും മക്കളെ. From that last 3 or from the back, come here. 3 of you can come. Yeah. So write down role, goal, values. ആദ്യം റോൾ എന്ന് എഴുതുക. അതിന്റെ താഴത്ത് നിങ്ങളൊരു 5 റോൾ എഴുതാം. റോൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? എന്തൊക്കെയാ റോളുള്ളത്? നിങ്ങൾ യു ആർ എ സ്റ്റുഡൻറ്. ആദ്യം അതാണോ മെയിൻ റോൾ? അത് സ്റ്റുഡൻ്റ് ആണോ? സൺ ആണ്. ഓക്കെ, നിങ്ങൾ എന്താണോ പ്രയോറിറ്റിയിൽ ആദ്യം തീരുമാനിക്കുന്നത്, നിങ്ങളുടെ ഏറ്റവും വലിയ റോള്, നിങ്ങൾ മകനാണ്, മകളാണ്, പിന്നെ ബ്രദറാണ്, സിസ്റ്ററാണ്, സ്റ്റുഡൻ്റ് ആണ്. അങ്ങനെ ഒരു 5 റോൾ എഴുതാം. താഴത്ത് റോൾ എന്ന് എഴുതിയിട്ട് 1 2 3 4 5 ഒരു 5 6 റോള് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് തോന്നുന്നത്. അതിൽ ഫ്രണ്ട് ഉണ്ടാവാം, നെയ്ബർ ഉണ്ടാവാം, എനിമി ഉണ്ടാവാം, ഡിഫറെന്റ് റോളുകൾ. ഓക്കെ, അത് മാത്രം മതി. 3 ഉണ്ട്. ഒന്ന് റോൾ, ഗോൾ, വാല്യൂസ് എന്നാണ്. ആ ഗോളും വാല്യൂസ് ഒക്കെ ഞാൻ വിട്ടു. ഇതില് ഒരു സൺ ആണല്ലോ നിങ്ങൾ, യെസ് ഓർ നോ? ഒരു ബ്രാക്കറ്റ് ഇടുക. എന്നിട്ട് ഔട്ട് ഓഫ് 100 ഹൗ മച്ച് മാർക്ക് യു വിൽ ഗിവ് ടു യു? ഒരു മകൻ എന്നുള്ള നിലയിലെ, മകൾ എന്നുള്ള നിലയിലെ നിങ്ങൾ 100-ൽ എത്ര മാർക്ക് നിങ്ങൾക്ക്, നിങ്ങൾ തന്നെ ഒരു അസസ്മെന്റ് ഉണ്ടാക്കാം. ജസ്റ്റ് റൈറ്റ്, പുട്ട് എ ബ്രാക്കറ്റ്, പുട്ട് എ മാർക്ക് ദർ. അടുത്ത ആളുടെ കോപ്പി ചെയ്യണ്ട. ഓക്കെ, നിങ്ങൾ ട്വിൻസായി ജനിച്ചോന്നല്ലോ, ഒരേ അച്ഛനോ അമ്മക്കും. ഓക്കെ, എഴുതിയില്ലേ? ഇനി ഒരു ബ്രാക്കറ്റും കൂടി തുടങ്ങാം. എന്നിട്ട് അതിനകത്ത് നിങ്ങൾ അച്ഛന്റെ മകനും അമ്മയുടെ മകനും, അല്ലെങ്കിൽ അച്ഛന്റെ മകളും അമ്മയുടെ മകളും ആണല്ലോ. അപ്പൊ എഫ് ഫാദർ ഡാഷ്. അച്ഛൻ എത്ര ശതമാനം നിങ്ങൾക്ക് മാർക്ക് തരും? മകൻ എന്നുള്ള നിലയിൽ, മകൾ എന്നുള്ള നിലയിൽ. ഫാദർ കോമ്പോണന്റ്, ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. മദർ കോമ്പോണന്റ് എത്രയാണ്? എഫ് എഴുതിയിട്ട് ആരോ മാർക്ക് ഇട്ടോ. അച്ഛൻ നിങ്ങൾക്ക് തരുന്ന മാർക്ക് എത്രയാണ്? മദർ എം എന്നിട്ടിട്ട് ആരോ മാർക്ക് ഇടുക. അമ്മ എത്ര മാർക്ക് തരും 100-ല്? ഉഫ്, എന്റെ മോള് എന്ത് നല്ല മോളാ, 100-ൽ 200 മാർക്ക് കൊടുക്കുക. ഞാൻ പറയോ? അച്ഛനും അമ്മയൊക്കെ ആണല്ലോ നിങ്ങൾ അസസ് ചെയ്യേണ്ടത്. അതിന്റെ ആവറേജ് ആണ് നിങ്ങൾ ആദ്യമായിട്ടുണ്ടായിരുന്ന മാർക്ക് ആയിരിക്കും അല്ലേ? ഫൈൻ. ഇനി അതിന് തൊട്ടടുത്ത് തന്നെ നിങ്ങൾ അച്ഛൻ എത്ര മാർക്ക് കൊടുക്കും? അച്ഛൻ എന്നുള്ള നിലയിൽ ഒരു മാർക്ക് എഴുതിയിട്ട് ഡാഷ് ഫാദർ, ഞാൻ അച്ഛൻ എത്ര മാർക്ക് കൊടുക്കും? ഒരു മാർക്ക് ഇട്ടിട്ട് അമ്മയ്ക്ക് എത്ര മാർക്ക് കൊടുക്കും? അമ്മയ്ക്ക് എത്ര മാർക്ക് കൊടുക്കും 100-ല്? അപ്പൊ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിൽ നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ അവരുടെ പണിയൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്നുണ്ടോ അവർ പ്രതീക്ഷിക്കുന്ന അനുസരിച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കാം. ഫൈൻ. ഇനി അതുപോലെ നിങ്ങൾക്കൊരു ബ്രദറോ സിസ്റ്ററോ ഒക്കെ ഉണ്ടാവും. ഹൗ ഡു ദേ റേറ്റ് യു? നിങ്ങൾ ഒരു നല്ല സിസ്റ്ററും നല്ല ബ്രദറും ആണോ? നിങ്ങളുടെ മനസ്സിൽ കാണുന്ന 1-2 ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും നിങ്ങൾ എത്ര മാർക്ക് അങ്ങോട്ട് കൊടുക്കും?
നിങ്ങളുടെ ഫ്രണ്ട്സിന് ഏറ്റവും ഒരു നല്ല 1-2 നല്ല ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കുക. അവരെ നിങ്ങൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും? അവർ നിങ്ങളെ എങ്ങനെ മാർക്കിട്ട് തരും? ഇപ്പൊ ഞാൻ ലഞ്ചിന് പോകുന്നതിന് മുമ്പ് പറഞ്ഞു, ഞാൻ എന്താണ് പറയേണ്ടതെന്നൊന്നും ഞാൻ തീരുമാനിക്കാറില്ല. ഉണ്ടോ? ഇപ്പൊ ഇത് ചെയ്യാൻ കാരണം ഇപ്പോ എൻ്റെ മനസ്സിൽ അതാണ് തോന്നിയത്. നിങ്ങൾ സ്റ്റുഡന്റ് എന്നുള്ള നിലയിൽ നിങ്ങളുടെ എല്ലാ ടീച്ചേഴ്സും പറയുന്നതിന്റെ ഒരു ആവറേജ് എടുത്താൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? മാർക്ക് എന്ന് പറയുന്നത് മാത്സ് ഫിസിക്സിന്റെ മാർക്കല്ല. ഒരു സ്റ്റുഡന്റ് എന്നുള്ള നിലയിൽ ഒരു ഗ്രേറ്റ് സ്റ്റുഡന്റ് ആണ്. എൻ്റെ സ്കൂളിലെ ഒരു അസറ്റാണ് ഇയാള്. സ്പോർട്സിലും ആർട്സിലും ബേസിക് ഹെൽപ്പ് ബാക്കിയുള്ളവർക്ക് ചെയ്യുന്നതിലും വളണ്ടിയർ ആക്ടിവിറ്റി ചെയ്യുന്നതിലും എന്തൊക്കെയോ ഉണ്ടാവാലോ കാര്യങ്ങൾ. എല്ലാത്തിൻ്റെയും ഒരു ആവറേജ് എടുത്താൽ നിങ്ങളുടെ സ്കൂൾ നിങ്ങളെ എങ്ങനെ അസസ് ചെയ്തു? അതിൽ 1-2 ടീച്ചേഴ്സിനെയോ ഒക്കെ നിങ്ങളൊന്ന് മനസ്സിൽ കാണുക. എന്നിട്ട് നിങ്ങൾ അവർക്ക് എത്ര മാർക്ക് കൊടുക്കുന്നു. അതിൽ ഏറ്റവും മോശം ടീച്ചർക്ക് പേരെഴുതണ്ട കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു കോഡ് വേർഡിൽ മനസ്സിലായാൽ മതി. ആ ടീച്ചർക്ക് 0 മാർക്കാണ്, ഈ ടീച്ചർക്ക് 100 മാർക്കാണ്. 2 ടീച്ചേഴ്സ് നിങ്ങൾക്ക് അസസ് ചെയ്യാൻ പറ്റും. നോക്കാം. ഇനി കുറച്ച് തമാശയൊക്കെ ആവും വീട്ടിൽ. നിങ്ങൾ അച്ഛനും അമ്മക്കൊക്കെ മാർക്ക് കൊടുത്തില്ലേ? ഇതേപോലെ ഇന്ന് പോയിട്ട് എന്ത് ചെയ്യണം? അച്ഛനും അമ്മയോടും പറയാം, ഒരു പേപ്പർ എടുക്ക്. എന്നിട്ട് അച്ഛനോട് ചോദിക്കുക നിങ്ങളുടെ ഭാര്യക്ക് എത്ര മാർക്ക് കൊടുക്കുന്നു. അമ്മയോട് ചോദിക്കുക നിങ്ങളുടെ ഭർത്താവിന് എത്ര മാർക്ക് കൊടുക്കും. എങ്ങനെയുണ്ട് ഇയാള്? ഒന്ന് അസസ് ചെയ്യാൻ പറയാ. നിങ്ങളിപ്പോ ഒരു അസസ്മെന്റ് എടുത്തില്ലേ, അച്ഛൻ ഇത്ര മാർക്ക് തരുന്നൊക്കെ അല്ലേ? അച്ഛനോട് ചോദിക്കുക അച്ഛൻ എനിക്ക് എത്ര മാർക്ക് തരും എന്ന് എഴുതാൻ പറയാം. ഇന്നത്തെ ഡേറ്റ് ഇടാം മുകളിൽ. ഇന്നത്തെ ഡേറ്റ് എത്രയാ? 25/04/15. അങ്ങനെയാണ് ഞാൻ ഡേറ്റ് ഇടാം. YYMMDD. YY ഇയർ, MM മന്ത്, DD ഡേ. എന്താ ഗുണം? അങ്ങനെ ചെയ്താൽ സോർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കമ്പ്യൂട്ടറിലൊക്കെ സോർട്ട് ചെയ്യുമ്പോൾ ആ ഓർഡറിലായാൽ കൃത്യമായിട്ട് വരും. ഓക്കെ, YYMMDD ആണ്. അപ്പൊ ഇന്നത്തെ ഡേറ്റ് ഇട്ടില്ലേ? ഇത്രയും എഴുതിയപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നൊരു ചിന്ത എന്താണ്? ഇങ്ങനെയൊന്നും പോരാന്നൊരു തോന്നലുണ്ടോ? ഉറക്കെ പറയേ, ഉറക്കെ. അതാണ് വേണ്ടത്. ഇപ്പൊ ഞാൻ എൻ്റെ വെയിറ്റ് കുറച്ച് കൂട്ടണം, ഹൈറ്റ് കുറച്ച് കൂട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ഞാൻ എന്താ ചെയ്യേണ്ടത്? ആദ്യം എൻ്റെ വെയിറ്റ് നോക്കുക. എന്നിട്ട് കുറെ എക്സർസൈസ് ഒക്കെ ചെയ്തിട്ട് അല്ലേ, ഭക്ഷണമൊക്കെ ഒന്ന് നന്നാക്കി ഒരു മാസം കഴിയുമ്പോൾ നോക്കിയിട്ട് ഇനിയും മാറ്റം ഉണ്ടോ നോക്കണം. നിങ്ങൾ നല്ലപോലെ പെരുമാറ്റത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു മാസം കൊണ്ട് ഈ റേറ്റ് മാറ്റാൻ പറ്റുന്നു? തോന്നുന്നുണ്ടോ? ഉറക്കെ. എന്തിനാ 2 പ്രാവശ്യം ചോദിക്കണേ? ഉറക്കെ എന്ന് പറയേണ്ട കാര്യം എന്താ? തോന്നുന്നുണ്ടെങ്കിൽ ഒട്ടനെ യെസ് എന്ന് പറയണ്ടേ? തോന്നുന്നുണ്ടോ? എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ മാറാൻ? ഞാൻ പറഞ്ഞു ബേസിക് ആയിട്ട് എന്താണ്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്ത് ചെയ്യണം? രാവിലെ എഴുന്നേൽക്കാം. നാളെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അമ്മയോട് ചോദിക്കുക ഇന്ന് എത്ര മാർക്ക് വരുന്നു. അച്ഛനോട് ചോദിച്ചു നോക്ക് ഇന്ന് എത്ര മാർക്ക് തരുന്നു. ഇന്നിവിടെ പഠിച്ച കംപ്ലീറ്റ് കാര്യങ്ങൾ അച്ഛനോടും അമ്മയോടും പോയിട്ട് ഡിസ്കസ് ചെയ്യുക. ചെറിയ കുട്ടിയായിരുന്നു അങ്ങനെ ചെയ്തിരുന്നു. നിങ്ങൾ KG ഒക്കെ പഠിക്കുമ്പോൾ എല്ലാ ദിവസവും അല്ലേ? ഇപ്പോഴോ? ഇപ്പൊ മൈൻഡ് ചെയ്യില്ല. പക്ഷെ അച്ഛനെയും അമ്മയെയും സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇപ്പോഴും മക്കളാണ്. അവർ വഴക്ക് പറയണ്ടാവും ഇല്ലേ? യെസ് ഓർ നോ? എന്തിനാ പറയണേ? അവരുടെ ദേഷ്യം തീർക്കാൻ. അത്ര വേറെ എവിടെയോ ഉള്ള ദേഷ്യം നിങ്ങളുടെ മുകളിലാണ് തീർക്കുക. അത് ആ സമയത്ത് അവർക്ക് മെച്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. ഇനി അമ്മയെ നിങ്ങൾ സ്നേഹിക്കാനും അമ്മ നിങ്ങളെ സ്നേഹിക്കാനും പറ്റിയ ഏറ്റവും നല്ല മാർഗം പറയട്ടെ. എന്താ? ഇവിടെ അമ്മമാരും വന്നിട്ടില്ല, ഒറ്റ അമ്മയും മോനെ വന്നിട്ടില്ല. ഇങ്ങോട്ട് വാ, അമ്മയും മോനെ ഇങ്ങോട്ട് വാ. ഒരു സാമ്പിൾ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് വാ. ഓക്കെ, കം സ്റ്റാൻഡ് ഹിയർ. ഒരു ഡ്രാമയാണ് അഭിനയിക്കാൻ. അതവിടെ ഓക്കെ. ഇയാൾ അഭിനയിക്കുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ സ്റ്റേജിൽ ഞങ്ങൾക്കൊരു സിനിമക്ക് പോകണം ഫ്രണ്ട്സിൻ്റെ കൂടെ. അമ്മ സമ്മതിക്കില്ല. റോള് മനസ്സിലായില്ലേ? ഇപ്പൊ വീട്ടിൽ വന്നിട്ട് സിനിമക്ക് പോകണം എന്ന് പറയുന്നു, സമ്മതിക്കില്ല. എമ്പുരാൻ കാണാൻ പോകണം എന്ന് പറയുന്നു. രണ്ടാളും തമ്മിൽ അടിപിടി. പറയും, തുടങ്ങട്ടെ. ഉറക്കെ അഭിനയിക്കുക, നാടകമാണ് സ്റ്റേജിൽ.
അമ്മ എന്ത് പറയും? ചിരിച്ചുകൊണ്ടിരിക്കും. ആ, നമ്മളെ നോക്കേ വേണ്ട. നിങ്ങൾ വീട്ടിൽ എങ്ങനെയാ വെച്ചാൽ അട്ടിയപ്പെട്ടിയോ എന്തോ ആയിക്കോട്ടെ. സ്റ്റാർട്ട്. എന്താ ചെയ്യാ? അപ്പൊ തന്നെ പോയിക്കോളാൻ പറയൂ. അഭിനയിക്ക് എന്താ വെച്ചാല്. എമ്പുരാൻ നല്ല സിനിമയാണോ? സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അല്ല ഒപ്പോസ് ചെയ്യുന്നുണ്ടോ? അങ്ങനെയൊന്നും ന്യായം പറയില്ലേ മക്കളുടെ അടുത്ത് സാധാരണ? ഇല്ലേ? അല്ല, ഞാൻ ചോദിക്കും, നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന കൺസെപ്റ്റും അയാളുടെ ഡിഫറെന്റ് ആവുമല്ലോ. അതൊക്കെ ഡിസ്കഷനിൽ വരില്ലേ? വളരെ നാച്ചുറൽ ആയിട്ട് അഭിനയിക്ക്. അഭിനയം പഠിപ്പിക്കാം. ഞാൻ ഡ്രാമ പഠിപ്പിക്കുന്ന ആളാ. ലുക്ക് അറ്റ് ഫിലിം ഡോക്ടർ TPS. യു വിൽ സീ മൈ ഡോക്യുമെന്ററീസ്. നാടകം കാണാം, സിനിമ ഉണ്ടാക്കുന്ന കാണാം. നല്ല ബ്രിട്ടീഷ് ഓഫീസറൊക്കെ ആയിട്ട് അഭിനയിക്കുന്നതാണ്. ആക്ട്. ലുക്ക് അറ്റ് ഫിലിം ഡോക്ടർ TPS. അമിതാഭ് ബച്ചന്റെ കൂടെ കാണാൻ. റസൂൽ പൂക്കുട്ടി, മേജർ രവി, അമിതാഭ് ബച്ചൻ, സഞ്ജയ് ദത്ത്, ഇവരുടെ കൂടെയൊക്കെ സിനിമയില് മസ്കറ്റിലൊക്കെ കൂടെ പോയിട്ടുള്ള ആളാണ്. വഴക്കാവില്ല, അടിയില്ല, നല്ലോണം വഴക്ക് പറയാൻ. വീട്ടിലെ പോണ്ടാന്ന്. ഇവൻ ഇങ്ങനെ നിർത്തിക്കൊണ്ടാണ് എനിക്ക് എമ്പുരാൻ സിനിമ കാണാൻ പോണം അങ്ങനെ പറയാ? ഇങ്ങനെയാണോ വീട്ടിൽ അഭിനയിക്കുക? ആ, നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വയലൻസ് ഉള്ള സിനിമകൾ സത്യത്തിൽ കാണാതിരിക്കുന്നത് ആണ് നല്ലതെന്ന് പറയുന്നതിന്റെ ഒരു കാരണങ്ങളുണ്ട്. നമ്മളുടെ ഏറ്റവും കൂടുതൽ നമ്മളെ അഫക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ എന്താണോ കാണുന്നത്, എന്താണോ കേൾക്കുന്നത്, നമ്മൾ സെൻസ് ചെയ്യുന്നത് എന്താണോ അത് നമ്മുടെ ലൈഫിനെ കൂടുതലും ബാധിക്കാനുള്ള ഒരു സാഹചര്യം കൂടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏറ്റവും നല്ലത് കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ലൊരു കുടുംബ സിനിമയാണ്. അതിനുശേഷം ഈ കുറച്ചുകൂടൊക്കെ നിനക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു പ്രായമാകുമ്പോൾ, നിനക്ക് നല്ലതും ശരിയും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു പ്രായമാകുമ്പോൾ നിനക്ക് ഇഷ്ടമുള്ളത് കാണാം. അതാണ് എനിക്ക് ഇപ്പൊ ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം മോനിപ്പം ഫ്രണ്ട്സിന്റെ കൂടെ പോകണ്ട, ഞാൻ തീരുമാനിക്കാം നമുക്ക് ഏത് സിനിമ കാണാന്നുള്ളത്. അതിനനുസരിച്ച് നമുക്ക് കേട്ടോ. അതുപോലെ ഇത്ര നല്ല കുഞ്ഞാ നോക്ക്, എവിടെയെങ്കിലും കാണും ഇങ്ങനെ. ഓക്കെ, സിദ്ധർ രണ്ടാളും നിലത്തിൽ അവിടെ നിന്റെ മുകളിൽ. നമ്മള് സാധാരണ നല്ല ഇങ്ങനെയൊന്നും അല്ല, ഇതൊക്കെ വെറും ആക്ടിങ് ആയിപ്പോയി. ശരിക്കും റിയാലിറ്റി അല്ല. ഇങ്ങനെയൊന്നും നല്ല നടക്കാന്ന് ഉറപ്പാ. രണ്ടാളെയും കണ്ടാൽ നല്ല അട്ടിപ്പിട്ടി കൂടിയിട്ട് നല്ല ലഹളയായി എന്ന് വിചാരിക്കുക. എളുപ്പത്തിൽ അത് സോൾവ് ചെയ്യാനുള്ള ഒരു മാർഗം പറയട്ടെ. ഉണ്ടാവാറുണ്ടോ അടി? അതേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ അല്ലാന്ന് ഉറപ്പായില്ലേ? അത് മാറ്റാനുള്ള ഏറ്റവും നല്ല മാർഗം ഞാൻ പറയാം. മോനാണ് വിഷമം, അമ്മക്ക് വലിയ വിഷമമൊന്നും ഉണ്ടാവില്ല, കാരണം എല്ലാ ദിവസവും അടിച്ചടിച്ചിപ്പോ ശീലായി. മോന് വല്ലാണ്ട് വിഷമം ഉണ്ടാവും. മോൻ രക്ഷപ്പെടാൻ മാർഗം ഉണ്ടോ? അങ്ങനെ രക്ഷപ്പെടൊന്നുമില്ലേ? മോൻ അമ്മയുടെ മുഖത്തൊക്കെ ഇട്ടൊരു ചോദ്യം ചോദിക്കണം. എന്തറിയോ? ഞാൻ 2 വയസ്സുള്ളപ്പോ എങ്ങനെയായിരുന്നു അമ്മയെന്ന് ചോദിക്കും. മുഖത്ത് നോക്ക്, എന്നിട്ട് ചോദിക്കും, 2 വയസ്സുള്ളപ്പോ അമ്മ എന്താ മോനെ ചെയ്യാ? ഇങ്ങനെ ദൂരെ ഇരുത്തോ? ആ, മടിയിൽ കിടത്ത്. എന്നിട്ട് എന്താ പറയാ മക്കളോട്? എത്ര കാലമായിട്ടുണ്ടാവും ഇങ്ങനെ ചെയ്തിട്ട്? മോനെ മടി കിടത്തിയിട്ട് എല്ലാ അമ്മമാരും എന്ത് ദേഷ്യം വരുമ്പോഴും പെട്ടെന്നില്ലാണ്ടാവണമെങ്കിൽ ഏറ്റവും നല്ല മാർഗം എന്താ അറിയും? അമ്മയെ ഞാൻ 2 വയസ്സുള്ളപ്പോ എങ്ങനെയാന്ന് ചോദിക്കുക. തീർന്നു കഥ. അമ്മ ഒട്ടനെ മടി കിടത്തിയിട്ട് എന്റെ മോനെ എന്ത് ഭംഗിയായിരുന്നു എന്നെ കാണാൻ, എന്ത് സുന്ദരക്കുട്ടനെ പറയാനില്ലയോ?
ഞാൻ 40 വയസ്സുള്ളപ്പോഴും ഓഫീസിൽ നിന്ന് ആദ്യം ചെയ്യാറുള്ളത് എൻ്റെ അമ്മയുടെ മടി കിടക്കലേ. നെവർ മിസ് എ ചാൻസ്. അമ്മ മരിച്ചാൽ കരയരുത്. പക്ഷെ അമ്മ ജീവിച്ചിരിപ്പോ ഉള്ളപ്പോൾ എന്ത് ചെയ്യണം? അമ്മയുടെ സ്നേഹം ശരിക്കും അഭിനയിക്കലല്ല, എന്ത് ചെയ്യണം? അനുഭവിക്ക് പഠിക്കും. അഭിനയിക്കല്ല വേണ്ടത്, അത് നാച്ചുറലായിട്ട് വരണം. അത് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് അമ്മ മക്കളെ കുറച്ച് അകറ്റി 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 നിർത്തി. മക്കൾ കൂടെ കുറെ പോയി. തിരിച്ച് നമുക്ക് എപ്പോഴാണോ സ്വന്തം അമ്മ സ്വന്തം മകൻ എന്നുള്ളൊരു ബോധം ഉണ്ടല്ലോ, അത് വരുമ്പോഴാണ് 100-ൽ 100 കിട്ടും. നിങ്ങളൊക്കെ അമ്മയിൽ നിന്ന് കുറെ മാറിപ്പോയിരിക്കുന്നു, അച്ഛനിൽ നിന്ന് കുറെ മാറിപ്പോയിരിക്കുന്നു. ശരിയാണോ അല്ലയോ? യെസ് ഓർ നോ? ചെറിയ പ്രായത്തിൽ നിങ്ങളെ എന്തൊക്കെ ചെയ്ത് സഹായിച്ചിട്ടുണ്ട് അമ്മ ആലോചിച്ച് നോക്കുക. ഭക്ഷണം കഴിക്കാണ്ടിരിക്കുമ്പോൾ അമ്മ സുഖമായിട്ട് ഭക്ഷണം കഴിക്കുമോ? നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് അമ്മയാണോ അല്ലയോ? അല്ലേ? അച്ഛനൊക്കെ കുറച്ച് ചെറിയ റോളേ ഉണ്ടാവുള്ളൂ, പക്ഷെ അമ്മയ്ക്ക് ആ റോളൊക്കെ ഉണ്ടായില്ലേ? അതുകൊണ്ട് ഏറ്റവും നല്ല, ഞാൻ ഏറ്റവും വികൃതിയായിരുന്നല്ലോ, പറഞ്ഞില്ലേ? ആ സമയത്തും എൻ്റെ അമ്മ എൻ്റെ തലയിൽ കൈവച്ച് പറഞ്ഞിരുന്ന ഒറ്റ വാക്കാണ്, എന്താ അറിയാം? മോനെ, നാളെ നീ നന്നാവുന്നു. എന്താണ്? നാളെ നീ നന്നാവുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ഇന്ന് മോശം എന്നാ. പക്ഷെ ഇന്ന് മോശം എന്ന് പറഞ്ഞിട്ടില്ല, എന്തേ പറഞ്ഞിട്ടുള്ളൂ? നാളെ നീ നന്നാ. എല്ലാ അമ്മമാരുടെയും ആഗ്രഹം നാളെ നിങ്ങൾ നന്നാവണം. അപ്പൊ നാളെ നന്നാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഓരോ ദിവസവും കുറച്ച് മാറും. ഒരു മലയുടെ മുകളിലും ഒറ്റയടിക്ക് നമുക്ക് കയറി എത്താൻ പറ്റില്ല. സ്റ്റെപ്പായിട്ട് വേണം. ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും ഒന്ന് പിന്നോട്ട് നോക്കിയാൽ നമുക്ക് തോന്നും, ഓ ഇത്രയൊക്കെ ഞാൻ കയറി, എനിക്ക് കയറാൻ പറ്റും. കൈലാസത്തിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്, എവറസ്റ്റ്. ഇവിടെയൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ഒരു ഊർജം എന്താണെന്നറിയും. ഇതിനേക്കാളും ചെറിയ മലകളൊക്കെ കയറി പരിചയമുള്ളത് കൊണ്ടാണ് എത്ര വലിയ മലയിലും കയറാൻ പറ്റുന്നുള്ളൊരു ബോധം ഉണ്ടാവും. ഒറ്റയടിക്ക് മുകളിലൊന്നും കയറാൻ പറ്റില്ല. അപ്പൊ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം വേണ്ടത് എന്ത് ചെയ്യുന്നു? നമ്മള് സ്റ്റെപ്പായിട്ട് മാറും. എന്താണ് ആ സ്റ്റെപ്പ്? ചെറിയ മാറ്റങ്ങൾ. എന്തൊക്കെ ചെയ്താലാണ് അമ്മക്ക് ഹാപ്പി ആവുക, അച്ഛന് ഹാപ്പി ആവുക? അതാണ് ഏറ്റവും നല്ല മക്കൾ ചെയ്യേണ്ടത്. ബാക്കി നിങ്ങൾ എന്താവും എന്നുള്ളതൊക്കെ ബാക്കി കാര്യം, പിന്നെ എന്തെങ്കിലും ആലോചിക്കും. അതായിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്തായിരിക്കും? നിങ്ങൾ നല്ല ഹൈ പൊസിഷനിൽ എത്തണം, അല്ലേ? അപ്പൊ അതിനുള്ള ശ്രമവും കൂടി ഉണ്ടാവും, അവരുടെ ആശീർവാദവും ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ റോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ നല്ല ഫ്രണ്ട്സ്, ഏറ്റവും നല്ല ഫ്രണ്ട്സ്, എൻ്റെ കൂടെ +1 +2 പഠിച്ച ഫ്രണ്ട്സ്, നാട്ടില് ഹോട്ടലൊക്കെ നടത്തുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. ഞാൻ എവിടെയെങ്കിലും ആ ഭാഗത്ത് പോകണമെങ്കിൽ കുറേ കിലോമീറ്റർ ഓടിച്ചിട്ട് അവിടെ പോയിട്ട് അവനൊന്ന് കണ്ടിട്ടേ പോകും. എറണാകുളത്തൊക്കെ ഉണ്ട് എനിക്ക് പരിചയമുള്ള ആൾക്കാർ. എപ്പോഴോ ഒരു കാലത്ത് പരിചയപ്പെട്ട ആളായി. എത്രയോ കഷ്ടപ്പെട്ടിട്ടായാലും കുറച്ച് സമയം കിട്ടുമ്പോൾ അവരെ പോയി ഒന്ന് കണ്ടിട്ടൊക്കെ പോകും. ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല, അവർക്ക് ഒന്നും വേണമെന്ന് ആഗ്രഹമില്ല. മനസ്സിലായോ? അപ്പൊ നമ്മൾ എത്രത്തോളം ആൾക്കാരെ നമ്മൾ അങ്ങോട്ട് അസോസിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, അത്രത്തോളം ആൾക്കാർ നമ്മുടെ പിന്നാലെ പിന്നെ കാലങ്ങൾ കഴിയുമ്പോൾ നമുക്കുണ്ടാവും. അപ്പൊ ഡോണ്ട് എവർ ബിക്കം സെൽഫിഷ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ അമ്മ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഭക്ഷണം തരുന്നുണ്ട്. ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ പാത്രം കഴുകാനോ കിച്ചൺ ക്ലീൻ ചെയ്യാനോ ഒക്കെ ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ചെയ്യണം. എല്ലാ പണിയും ചെയ്യാൻ പഠിക്കണം. എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കണം. കാരണം ഇപ്പോഴേ പറ്റുള്ളൂ. ആദ്യമായിട്ട് എൻ്റെ അടുത്ത് ക്ലാസ്സിന് വന്ന സമയത്ത് എനിക്ക് ചായ ഉണ്ടാക്കാൻ പറഞ്ഞു. ഞാൻ ഇതുവരെ അടുക്കളയിലൊന്നും പോയിട്ടില്ല ചായ ഉണ്ടാക്കി. അവന് പറ്റില്ല. ആദ്യം എനിക്ക് ചായ ഉണ്ടാക്കാൻ പഠിച്ചിട്ട് ബാക്കി കാര്യം. IAS ഒക്കെ പഠിപ്പിക്കാം. കേരളത്തിൽ IAS ഇന്ത്യൻ അടുക്കള സർവീസ് എന്നാ പറയാം. ആദ്യം അടുക്കള സർവീസ്, പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. കുക്കിംഗ് പഠിക്കണം. ഞങ്ങളുടെ അടുത്ത് ക്യാമ്പിനൊക്കെ വരുന്ന കുട്ടികളെ എല്ലാ സാധനവും ഉണ്ടാക്കാൻ പറ്റും. കുക്കിംഗ് ഡോക്ടർ TPS നോക്കൂ, കാണാം. നല്ല റുമാലി റൊട്ടിയൊക്കെ ഉണ്ടാക്കും വീട്ടിൽ, നല്ല ബിരിയാണി. എല്ലാ സാധനവും കൃത്യമായിട്ട് ഉണ്ടാക്കാൻ നമ്മൾക്ക് പഠിക്കണമെങ്കിൽ എവിടുന്നാ പഠിക്കുക? അകത്തുനിന്ന്, വീട്ടിൽ നിന്ന്. എല്ലാ സഹായവും ചെയ്യാം.
ഇപ്പൊ ഞാനൊക്കെ ദോശക്ക് അരി ഇട്ടിട്ട് അരിയും ഉഴുന്നും ഇട്ടിട്ട് ദോശമാവ് ഞാൻ ഉണ്ടാക്കിയാലാണ് ഏറ്റവും നല്ല ദോശ ഉണ്ടാവും. കൃത്യമായിട്ട് പറയും, എനിക്ക് അറിയുള്ളത് ഇടാൻ. അതിന്റെ അരവ് കൃത്യമായിട്ട്, അതിന്റെ ക്വാണ്ടിറ്റി കൃത്യമായിട്ട്, എത്ര സമയം സോക്ക് ചെയ്തിടണം, ഇതൊക്കെ എക്സ്പീരിയൻസ് കൊണ്ട് വരുന്നതാണ്. അത് എവിടുന്നും പുസ്തകത്തിന് പഠിക്കാൻ പറ്റില്ല, പ്രാക്ടിക്കലി വീട്ടിൽ നിന്നേ പറ്റൂ. മനസ്സിലായോ? അമ്മ മാത്രം ഉണ്ടാക്കുന്ന ചില കറികൾക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട്. അത് ഞാൻ ഉണ്ടാക്കിയ കൃത്യമായിട്ട് എൻ്റെ ബ്രദേഴ്സ് ഒക്കെ പറയും, ഇങ്ങനെയൊക്കെ എങ്ങനെ പഠിച്ചത്? എല്ലാവർക്കും അത് ഉണ്ടാവണമല്ലോ, ഒരേ വീട്ടിൽ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. നമ്മൾ എത്രത്തോളം അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് അത്രത്തോളം നമുക്ക് ഉണ്ടാവും. അത് ഇപ്പോഴേ പഠിക്കാൻ പറ്റും. അത് ആദ്യം വേണ്ടത്, മിക്കവാറും ആൾക്കാരുടെ ഒരു കുഴപ്പം സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് നമുക്കൊക്കെ മടിയാണ്. നിങ്ങളൊക്കെ എന്തും ചെയ്യാതിരിക്കാൻ ഒറ്റ കാരണേ ഉള്ളൂ, അത് മടിയാണ്. നിങ്ങൾക്ക് ഈ എനർജി റിസർവ് ചെയ്ത് സൂക്ഷിച്ചു വെക്കാൻ പറ്റൊന്നുമില്ല. യു ഹേവ് ടു ഇൻവെസ്റ്റ് ഇറ്റ്. അതുകൊണ്ട് റോള് നന്നാവണം. നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഈ മടിയിൽ നിന്ന് പുറത്തു ചാടണം. വേണോ വേണ്ടിയോ? അപ്പൊ എല്ലാവരും ബുക്കും പേനയൊക്കെ താഴ്ത്തു വെക്കുക. എല്ലാവരും കീപ് ഇറ്റ്. ഓൾ സ്റ്റുഡൻസ് സ്റ്റാൻഡ് അപ്പ്. സ്റ്റുഡൻസ് മാത്രം മതി. ഈ ഹാളില് ഇതിന് ചുറ്റും ഒരു സർക്കിളായിട്ട് നിൽക്കുക. ഈ ചെയറുകൾക്ക് ചുറ്റും, ഈ അറ്റം മുതൽ ഈ അറ്റം വരെ സെൻട്രലൊക്കെ ഒഴിവാക്കിയിട്ട് ചുറ്റും ഒരു സിംഗിൾ സർക്കിൾ. എല്ലാ ഗേൾസും ബോയ്സും വൺ സിംഗിൾ സർക്കിൾ. ഫാസ്റ്റ് സർക്കിൾ, ഈക്വൽ ഡിസ്റ്റൻസ്. സർക്കിൾ എന്ന് പറഞ്ഞാൽ ഈക്വൽ ഡിസ്റ്റൻസ് ആവണം. ഇടയിൽ 4 പേര് കൂടെ, പിന്നെ കുറെ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. വിട്ട് 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 നിൽക്കുക. ഫുൾ സർക്കിൾ. ഫാസ്റ്റ്. ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും മടിയുള്ള ആൾക്ക് നല്ല അടി കിട്ടും. ഈക്വൽ ഡിസ്റ്റൻസ്, ഈക്വൽ ഡിസ്റ്റൻസ്. ഫാസ്റ്റ്. അവിടെ വേണ്ട, ഇത് അവിടെ ഇവിടെ 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 ഈ ഒരു റൗണ്ട്, ആ ഒരു സെൻട്രൽ ഗ്യാപ്പ്. ഗോ ക്ലോസർ. ബാക്കിയുള്ളവർക്ക് സ്പേസ് ഉണ്ടാക്കുക. ഇടയിൽ സ്പേസ് കാണുമ്പോൾ നോക്കണം, അവിടെ ക്ലട്ടർ ചെയ്യുന്നുണ്ട്, സ്പേസ് മതിയാവില്ല, അതുകൊണ്ട് കുറച്ചും കൂടി അടുത്ത് നിൽക്കാൻ തീരുമാനിക്കാം. മൂവ്. ഇതൊക്കെ 1 മിനിറ്റ് കൊണ്ട് നമ്മൾ ചെയ്യും. കൈ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ബി ക്ലോസർ. ഫൈൻ. നിങ്ങളുടെ എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് YYMMDD. YYMMDD ഡേറ്റ് ഓഫ് ബർത്ത് മനസ്സിൽ കുറിച്ച് വെച്ചോ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഉണ്ടോ? എന്നല്ല, ഉണ്ടോ എന്ന് ചോദിച്ചാ യെസ് ഓർ നോ കേക്കണ്ടേ? ഉറക്കെ. All of you know your year, month, date. YYMMDD. ഇന്നത്തെ ഡേറ്റ് 25/04/15. അതുപോലെ നിങ്ങൾ ഉറക്കെ പറഞ്ഞു. Tell your wait. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞത് YYMMDD 25/05/15 ആണെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ 2000 വരിക? ഓക്കെ. നൗ ഇത് യങ്ങസ്റ്റ്. ഇവിടെ നിന്ന് ഇതേപോലെ എൽഡസ്റ്റ് ഇവിടെ വരണം. ചേഞ്ച് യുവർ പ്ലേസ്. ആസ്കിങ് യുവർ നെയ്ബർ. എന്താ ഡേറ്റ് ഓഫ് ബർത്ത് പറ. ഉറക്കെ. 14th August 2009. ഇയാളുടെ ആരാണ് മൂത്തത്? ഇയാള്. അപ്പൊ മൂവ്. ഇതുപോലെ മൂവ് ചെയ്യാ. അന്യോന്യം. അങ്ങനെ മൂവ് ചെയ്താൽ അൾട്ടിമേറ്റ്ലി എന്താവും? യങ്ങസ്റ്റ് ഇവിടെ വരും, എൽഡസ്റ്റ് അവിടെ വരും. മൂവ് ഫാസ്റ്റ്. ആസ്ക്. യു ആസ്ക്. ഡോണ്ട് വെയിറ്റ് ഫോർ ദം. ആസ്ക് ഇൻ ബിറ്റ്വീൻ. Ask your neighbor and shift fast. Left, right. അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചിട്ട് ടെസ്റ്റ് ചെയ്യും. തെറ്റ് പറഞ്ഞാൽ രണ്ടാളുടെയും തല ഞാൻ കൂട്ടിയടിക്കും. തല ടപ്പ് തൊണ്ടടിക്കും. ചെയ്തോളൂ. യങ്ങർ എത്രയാ പറയേ? YYMMDD 09/12/19. 09/09/09.
വേഗം വേഗം. ഇതെങ്ങനെ ഗേൾസും ബോയ്സും പോണം? യു ഷുഡ് ഗോ ആൻഡ് സ്റ്റാൻഡ്. ആസ്ക് ദം, ആസ്ക് യുവർ നെയ്ബർ, മൂവ് ദർ. Ask your neighbor there. Ask your neighbor, move. Move, move. Move. 080506. 08. 0506. Next. 080918. 08010. ഇതെന്താ കേരള എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പറയുന്ന പോലെ പറയണേ? ഏ? ആ ആ 04 2004 ജനിച്ച്. ഞാൻ YYMMDD ആണ് പറയാൻ പറഞ്ഞത്. ഞാൻ അതുകൊണ്ടാ പറഞ്ഞത് ഈ കൺഫ്യൂഷൻ പാടില്ല. നിങ്ങളുടെ ലെഫ്റ്റും റൈറ്റും ഉള്ള ആളോട് പറയാ പ്രാക്ടീസ് ഇറ്റ്. സം മോർ ടൈം ഫോർ യു. തൊട്ട് അടുത്ത് നിൽക്കുന്ന ആളോട് പറയാ 90. 10:07:27. 10:06:13. 10:05:23. 10:04:16. 10:04:04. 10:04:04. 10:04:07. ലൗഡർ. 10:04:07. 10:03:30. 10:02:10. 10:02:28. 10:01:16. 09:12:19. 09:11. 09:11. 09:09:29. 9:09:20. 09:08:24. പരീക്ഷയ്ക്ക് എഴുതുന്ന പോലെ കോപ്പി അടിക്കുക. 18ാം പടി സിനിമ ആണ്. 09:08:24. 09:08:14. 09:08:11. 09:08. 09:07:17. 09:07:40. 090707. 07:09. 09:06. 09:07:03. 09:06:11. 09:06:11. 09:05:11. 09:04:27. 09:04:03:31. 09:03:29. 09:03:28. 09:03:21. 09:03:15. 09:02:27. 090203. 09:01:15. 090115. 081205. 08:11:12. 08:11:04. 081016. 081015. 08:10:4. 08:10:02. 08:09:18. 080506. Good. All of you lift your hands. Keep back and say well done. Good. Now your name. ആധാർ കാർഡ് ഒന്നും വേണ്ട. സാധാരണ നിങ്ങളുടെ പേര്, മിനിമം പേര്. ഓക്കെ. ആൽഫബറ്റിക് ഓർഡർ A to Z order. Fast. Move fast. വാഷ്റൂം അവിടെ വാഷ്റൂം. ഉറക്കെ ആഭ. ഉറക്കെ അതേപോലെ പറയണം. അത് പറഞ്ഞില്ല അടി കിട്ടും ചിലപ്പോ. അഭിനവ്. അഭിജയ്. അഭിഷേക്. അഭിന. ആദിത്യൻ. അദ്വൈത്. അഗമ്യ. അഖില. അകുൽ. അമലേന്ദു. അമൃത. അനിരുദ്ധ്. അശ്വിൻ. അവിനാശ്. ഭാവന. ചിന്മയ. ചിന്മയി. ദേവമിത്ര. 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 ദേവനന്ദ. ദേവനന്ദന. ദേവപ്രിയ. ദേവപ്രിയ. ഗഗൻ. ഗൗരിയന്തൻ. ഗോവിന്ദ്. ജാഹ്നവി. ജോയൽ. കാർത്തിക്. കാർത്തിക്. കൃഷ്ണകാന്ത്. മാളവിക. നെൽവിൻ. നന്ദകിഷോർ. നയന. നികേത്. നിരഞ്ജന. നിരഞ്ജന. വിവേക്. ഋതുപർണ. ലൗഡർ. ശിശിര. സൂര്യകിരൺ. ശ്രീഗാഥ. ശ്രീഹരി. ശ്രീകേഷ്. സൂര്യാനന്ദ്. വൈഭവ്. വിശ്വനാഥ്. വൈഷ്ണവ്. Wonderful. Shortest to tallest. Fast. Shoulder to shoulder.
fast. You stay there. Move. Closer. Yeah. Now just follow me. Okay. Turn. All of you turn behind. Yeah. Just turn. No. Look behind. So this is the line. Come. First. Second. Third. Fourth. Second. Third. പിന്നെ അവൾ ആലോചിച്ചോണ്ടിരിക്ക 3. ആ ബാഗ് താഴത്തിട്ടോ എന്നിട്ട് അവിടെ ഇരുന്നു. Good. Next. Go at the end. അങ്ങേ എൻഡില്. നിങ്ങളുടെ മുന്നിലിരിക്കുന്ന വേറെ ആരുടെയോ നോട്ടാണ്, അതെടുക്കുക. ഗോ എൻഡ് ഫാസ്റ്റ്. ആരുടെയോ നോട്ടായിരിക്കും, അതെടുക്കുക. എന്നിട്ട് അതില് എന്തൊക്കെ എഡിഷൻ ഉണ്ട്, എന്തൊക്കെ കറക്ഷൻ ഉണ്ട്, എന്തൊക്കെയാ എഴുതിയിരിക്കുന്നത് ഒന്ന് വെറുതെ ഇവാലുവേറ്റ് ചെയ്യാം. ഗോ fill it up fast. Move. Go, one more. Yeah, enough. 1 2 3 4 5 6 7. Next 8. Yeah. നിങ്ങളുടെ സീറ്റിലുള്ള നോട്ട് എടുക്കുക, വേറെ ആരുടെയെങ്കിലും ആയിരിക്കും. ഇല്ല? ഓക്കെ, ഗുഡ്, നോ പ്രോബ്ലം. തുറന്നോ, ബാഗ് തുറന്നോ. മറ്റേയാൾ എന്താ എഴുതിയതെന്ന് നോക്കുക. സി, ഞാൻ പറഞ്ഞത് ഒരേ കാര്യമാണ്, ആണോ അല്ലയോ? ഓൾ ഓഫ് യു ആർ സിറ്റിംഗ് ഇൻ സെയിം ക്ലാസ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും മറ്റൊരാള് ഈ ഒരു ക്ലാസ്സിനെ കുറിച്ച് എന്തൊക്കെയാണ് ആലോചിക്കുന്നത്, എന്തൊക്കെയാണ് എഴുതുന്നത്. നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ കുറച്ചേ ചെയ്തെന്ന് വിചാരിക്കും, ബാക്കിയുള്ളവരുടെ നോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെയൊക്കെ എഴുതണം അല്ലേ. ഇനി അവര് കുറച്ച് എഴുതിയെന്ന് വിചാരിക്കും, നിങ്ങൾ എന്ത് ചെയ്യണം? ആഡ് യുവർ പോയിന്റ്സ്, റൈറ്റ് വാട്ട് എവർ യു വാണ്ട്. Add little bit. There is one note there. അതെടുക്കാൻ നോക്ക്. ദാ നിങ്ങൾക്ക് ഇല്ലാത്തത് അവിടെ ഇതാ ആ ചെയറിൽ ആരുടെ ഉണ്ട്. Go and pick it up. എല്ലാവർക്കും വേറെ ആരുടെയെങ്കിലും അല്ലേ കിട്ടിയത്, ആണോ അല്ലയോ? ജസ്റ്റ് കീപ് റൈറ്റിംഗ്, ആഡ് പോയിന്റ്സ്, ആസ്ക് സം ക്വസ്റ്റ്യൻസ്, യു റൈറ്റ് ഡൗൺ വാട്ട് യു തിങ്ക്. നിങ്ങളോട് രാവിലെ മുതൽ ഇപ്പൊ ചെയ്തിട്ടുള്ള എല്ലാ അസസ്മെന്റും നിങ്ങളുടെ ബാക്കിയുള്ളവരുടെ നോട്ടിൽ ചെയ്യാം. നോക്കുക എങ്ങനെയുണ്ട് ഹാൻഡ് റൈറ്റിംഗ്, ഈസ് ഇറ്റ് ഗുഡ്, ബെറ്റർ ദാൻ യുവേഴ്സ്, ഹൗ കൻ യു ഇംപ്രൂവ്, ഓൾ ദാറ്റ് തോട്ട് ഷുഡ് കം. ബാക്കിയുള്ളവരുടെ ആൻസർ ഷീറ്റ് വായിച്ചിട്ടുണ്ട്, മനസ്സിലാവുണ്ടോ? നിങ്ങൾ എക്സാം എഴുതി, ആ എക്സാം എഴുതിയിട്ട് ടീച്ചർ ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങൾക്ക് മാർക്ക് ഷീറ്റ് ഒക്കെ തരുന്നു. എന്ത് ചെയ്യണം? നിങ്ങൾ അവരുടെ മാർക്ക് ഷീറ്റ് എടുത്തൊന്ന് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് സ്വന്തം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ളവരെ കൊണ്ട് ആൻസർ ചെയ്യിപ്പിച്ച് നിങ്ങൾക്കത് വായിക്കാം. ഏറ്റവും നല്ല മാർക്ക് കിട്ടാനുള്ള മെത്തേഡ്, യു പ്രിപ്പയർ എ ക്വസ്റ്റ്യൻ പേപ്പർ, ഗിഫ്റ്റ് ടു യുവർ ഫ്രണ്ട്. എന്ത് ചെയ്യണം? നല്ല ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് ആ സബ്ജക്റ്റ് അറിയുന്ന അർത്ഥം. മനസ്സിലായോ? അപ്പൊ ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വേറൊരാൾക്ക് കൊടുക്കുന്നു, അവർ ആൻസർ എഴുതുന്നു, നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ ഏത് എക്സാമിനേഷനും നല്ല മാർക്ക് കിട്ടും. അപ്പൊ നിങ്ങളിപ്പോ ചെയ്യുന്നത് വേറെ ആരോ ഉണ്ടാക്കിയ നോട്ട് ഉണ്ടാക്കണു, അതിനകത്തുനിന്ന് നിങ്ങൾക്ക് കുറെ സംശയം വരും, ഓ ഇങ്ങനെ അല്ലല്ലോ ഇയാൾ എഴുതേണ്ടത്. റൈറ്റ് സം ക്വസ്റ്റ്യൻസ് ദർ, ദാറ്റ് വിൽ ബി ദ കോൺട്രിബ്യൂഷൻ ഫ്രം യു. ആൻസേഴ്സ് വേണമെന്നില്ല, ആ അസസ്മെന്റ് വായിച്ചിട്ട് എന്തൊക്കെയാണ് ഇമ്പ്രൂവ്മെന്റ് വേണ്ടത്, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അത്തരം ഒരു 4-5 ക്വസ്റ്റ്യൻ എഴുതുക. നിങ്ങൾ വേറൊരാളുടെ നോട്ടിൽ എഴുതുമ്പോൾ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതും അല്ലേ? നിങ്ങൾ വിചാരിച്ചില്ലല്ലോ ഇത് ചെയ്യാൻ പോകേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നോട്ട് എങ്ങനെ എഴുതിയാണ് നിങ്ങൾ? അപ്പൊ എപ്പോഴും പ്രസന്റബിൾ ആവണം, അതാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. കിട്ടിയോ നോട്ട്? എന്തെങ്കിലും ഉണ്ടോ അതിനകത്ത്? അസലായിട്ട് വരച്ചിട്ടുള്ള
ആരുടെ നോട്ടാണെന്ന് അത്ര ഉറപ്പൊന്നുമില്ലല്ലോ, ഇല്ല. ഓക്കെ, ഇറ്റ്സ് നോട്ട് എ ഫുൾ പ്രൂഫ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാമ്പിൾ ആണ്. ഫൈൻ. Now all of you stand up, take that note, identify whose notebook you have, give it to them. Go, move out. ആരുടെയാന്ന് കണ്ടുപിടിച്ച് കൊടുക്ക്. വേഗം. I don't want slow movement, fast. Okay, stop. I want 10 volunteers. 10 പേര്. 5 girls, 5 boys. Onto stage fast. 6, 5, 4. Enough. Okay. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 പേര്. Stand in the row like this. താഴത്ത് ഒറ്റ ലൈൻ. Just beyond the line. Yeah. Spread. അങ്ങേ അറ്റത്തുണ്ടല്ലോ. Then use space. എപ്പോഴും use the maximum space. ഈ ഡ്രാമയൊക്കെ അഭിനയിക്കുമ്പോൾ സാധാരണ നമ്മൾ പറയാറില്ല യു ഷുഡ് യൂസ് ദ സ്റ്റേജ് എന്നാണ്. ഒരു മൂലക്ക് പോയിട്ട് ഇങ്ങനെ അഭിനയിക്കാൻ പറ്റില്ല. യു ഷുഡ് യൂസ് ദ സ്പേസ്. കുറച്ചും കൂടി ഇങ്ങനെ ലീവ് ദറ്റ് സ്പേസ്, നോ പ്രോബ്ലം. നൗ we are going to divide you into this many number of groups. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 groups ആക്കാണ് നിങ്ങളെ. Fine. So you get a chance. Call your partner. ഒരാളെ. Call by name if you know. Krishnakant, come and stay. Let Krishnakant be in front of you. അടുത്താണ്. വേഗം. നെക്സ്റ്റ്. ഇനി അടുത്ത ആരെ വിളിക്കണം എന്ന് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. ഓപ്ഷൻ നമ്പർ 2, 1, 2, 3. Don't call until I tell. Come on. ആളെ വിളിക്ക്. പേരറിന്റെ ആളെ പറയേ. വെള്ള ഷർട്ട് അയച്ചു കൊടുത്തോ. Louder. You stand in the front and stay here. You call louder. Next. Now if there are 2 boys you have to call a girl. Okay, the chance. Call a boy. Fast. Call somebody. Louder. Call. Now you can call boy or a girl. No, call a boy. Girl. Boy. Call a boy.
Yeah. Call a boy. Call a boy fast. Girl. Yeah. Girl. Yeah. Next. Yeah. Next. ശ്രീകാന്ത Yeah. അഗമ്യ Next. Where is Abha? Come fast. Yeah. Now you can call again one more girl. Begum. Amrita. Next. മാളവിക Next. ദേവനന്ദന Next. അമലേന്ദ്ര Okay. Yeah. Call a girl. Yeah. ഒരാളേ ഉള്ളൂ കഴിഞ്ഞു. Boy. Next. Call somebody fast. Call by name, yeah, louder. അയാൾ പറയണം വിളിക്കുമ്പോ എന്റെ പേര്. Next, one more you can call. Again call, I am saying fast. Yeah, another. Call somebody. You can call. One more. Veg and the kuttiye. Call. One more. No, only boys are there. Call. There is one boy there also. You stand up. Ingadu va. Uda vannu. Yeah. Call. Yeah. Join all these group. 1:2. Call somebody. You make your own cluster. Sit together. നിങ്ങളുടെ നോട്ട് എടുക്കുക. നിങ്ങൾ ഇന്ന് രാവിലെ മുതൽ പഠിച്ചത്, ഇതുവരെ കേട്ടിട്ടുള്ളത്, ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഒരു ചാർട്ട് രൂപത്തിൽ പിക്ചോറിയൽ ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുക നിങ്ങൾ ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് മേക്ക് എ ഡ്രാഫ്റ്റ്. ഒരാളുടെ നോട്ടിലല്ല, എല്ലാവരുടെ നോട്ടിലും ഉണ്ടാവും. അണ്ടർസ്റ്റുഡ്? യാ, ഗോ മേക്ക് യുവർ ഓൺ ഗ്രൂപ്പ്. നിങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇതെങ്ങനെ പിക്ചോറിയലി നമുക്കൊരു യുവർ ഡ്രീം ഇമാജിനേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തിനെ കുറിച്ചാണ്, പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം കൂടി ഒരു ചാർട്ടിൽ